പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ എന്ന് വെച്ചാൽ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഒരു കുഞ്ഞു കർഷകൻ നമ്മുടെ ഈ വീഡിയോകളൊക്കെ കാണുകയും അതുപോലെ തന്നെ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയൊക്കെ സഹായത്തോടെ ഒരു ചെറിയ രീതിയിലൊരു കൃഷി നടത്തുകയും ചെയ്യുന്ന ഒരു കുഞ്ഞു കർഷകൻ നമ്മൾ നേരത്തെ നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആദിദേവ് എന്നാണ് ആ കുഞ്ഞു കർഷകൻ്റെ പേര്. അപ്പോൾ ആ കുഞ്ഞു കർഷകൻ ചെയ്യുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഒന്ന് ഈ ഔഷധ സസ്യം, അതായത് നമ്മുടെ കറ്റാറുവാഴ, കുറച്ച് കറ്റാറുവാഴ നട്ട് വളർത്തുന്നുണ്ട്. പിന്നെ മക്കോട്ടോദേവ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം നട്ട് വളർത്തുന്നുണ്ട്. അതുകൂടാതെ പാവൽ, പയറ്, വെള്ളരി ഇതെല്ലാം നട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞ് അമ്മ 5:30 എഴുന്നേൽക്കും. അപ്പോൾ 5:30 കഴിയുമ്പോൾ 6 മണിയോളം ഒക്കെ ആവുന്നേ ഈ കുഞ്ഞ് എഴുന്നേൽക്കുകയും 10-15 മിനിറ്റ് പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം ഈ സസ്യങ്ങളുടെയൊക്കെ അടുത്ത് പോവുകയും അതിൻ്റെ ചുവടെ നിൽക്കുന്ന കാടുകളൊക്കെ പിഴുത് കളയുകയും അതുപോലെ മഴയില്ലാത്ത ദിവസങ്ങളിൽ വൈകിട്ട് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അച്ഛനും മുത്തച്ഛനും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. മുത്തച്ഛൻ നല്ല ഒരു കൃഷിക്കാരൻ കൂടിയാണ്. ഒരുപക്ഷെ ആ തരത്തിലുള്ള മോട്ടിവേഷനായിരിക്കും ഈ കുഞ്ഞിന് കിട്ടിയത്. അപ്പം നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സ്ഥിരമായിട്ട് ആ കുഞ്ഞ് കാണുന്നുണ്ട്. അപ്പം ഞാൻ ഇതറിഞ്ഞ് ഒരു ദിവസം അവിടെ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം നല്ലവണ്ണം വളർത്തുന്ന കറ്റാർവാഴയുണ്ട്, നല്ല കായ്കൾ നിറഞ്ഞു നിൽക്കുന്ന മക്കോട്ടോദേവയുണ്ട്, അതുപോലെ തന്നെ പയറുണ്ട്, പാവലുണ്ട്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിരന്തരമായുള്ള ഈ കൃഷിയും ഒക്കെ ചെയ്യുന്നത് മറ്റു കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനമാവണം. കാരണം വെറുതെ മൊബൈൽ ഫോണിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ TV-യുടെ അടുത്തിരുന്ന് കാർട്ടൂണൊക്കെ കണ്ട് സമയം കളയാതെ ഒരു 15 മിനിറ്റ് അപ്പോൾ ശരീരത്തിൻ്റെ വ്യായാമവും ഒപ്പം ഒരു ആദായവും ആരും പ്രത്യേകിച്ച് സമ്മർദ്ദം ചെലുത്താതാണ് ഈ കുഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അന്നേ ഞാൻ ഈ വീഡിയോകളൊക്കെ ഞാൻ ഇടുകയും അപ്പോൾ അന്ന് ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു ഈ കുഞ്ഞു കർഷകന് ഒരു അവാർഡ് നമുക്ക് കൊടുക്കണമെന്ന്. അപ്പം ആ ഒരു അവസരമാണ് ഇപ്പോഴും കൈവന്നിരിക്കുന്നത്. ആ കുഞ്ഞു കർഷകന് കൊടുക്കുന്ന അവാർഡാണ് ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഇതേപോലെ നമ്മൾ സമ്മർദ്ദം ചെലുത്താതെ തന്നെ അച്ഛൻ്റെയോ മുത്തശ്ശൻ്റെയോ അമ്മയുടെയോ ഒക്കെ അല്ലെങ്കിൽ ചേച്ചിമാരുടെ ഒക്കെ കൂടെ ഇറങ്ങിച്ചെന്ന് എന്തെങ്കിലുമൊക്കെ കൃഷിപ്പണികൾ സഹായിക്കുകയും അത് പരിചരിക്കുകയൊക്കെ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ കണ്ടെത്തുകയും അതിനൊരു പ്രോത്സാഹനമൊക്കെ നമുക്ക് കൊടുക്കുകയും വേണം. കാരണം ഒരു കുഞ്ഞ് ഒരു കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെടിക്ക് അല്പം വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അതിനൊരു ഉത്തരവാദിത്ത ബോധമാണ് ഉണ്ടാകുന്നത്. പിന്നെ മറ്റൊന്ന്, അതിൻ്റെ ആ സമയങ്ങൾ നെഗറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് സമയം പോകത്തില്ല. പകരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് അതിൻ്റെ സമയം കിട്ടുകയും ചെയ്യും. അതാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാനുള്ള തീരുമാനമായത്. ഇപ്പോൾ ആദേവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആദേവ് നടന്നു വരുന്നതൊക്കെ നിങ്ങൾ കണ്ടു. ആദേവ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദേവിന് നമ്മൾ ഒരു അവാർഡ് കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, തുടർന്നും പഠനത്തിൽ മുന്നേറുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ആദേവ് എത്രല്ല പഠിക്കുന്നേ? ആദേവ് UKG-ലാണ് പഠിക്കുന്നത്. UKG പഠിക്കുന്ന ആദേവ് തുടർന്ന് പഠനത്തിൽ മികവ് പുലർത്തോടൊപ്പം തന്നെ ഒരു 30 മിനിറ്റ് ദിവസം 30 മിനിറ്റ് വീതം കൃഷിയിലൂടെ ചെലവഴിക്കും എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ആദേവ് ചെയ്യുന്നത് വളരെ ലളിതമായ കൃഷികളാണ്. കറ്റാർവാഴ അത് നട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയില്ലാത്ത ദിവസങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം പിന്നെ മക്കോട്ടോദേവ അത് നല്ല ലാഭകരമായ ഒരു കൃഷി കൂടിയാണ്. കാരണം മക്കോട്ടോദേവ എന്ന് പറയുന്നത് വൻ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുണ്ടാകുന്ന ദിനചര്യ രോഗങ്ങൾ പലതും ഇല്ലാതാക്കാൻ മക്കോട്ടോദേവ പ്രയോജനപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കൃഷികളൊക്കെയാണ് ആദേവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വളരുന്നുണ്ട്. ഹൈസ്കൂളിലൊക്കെ എത്തുന്നുണ്ടേ, ഒരുപക്ഷെ ഡിഗ്രിയൊക്കെ വിദ്യാഭ്യാസം ആവുന്നുണ്ടേ ആ പഠനത്തിന് ആവശ്യമായ ചിലവുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനും ആദേവിന് നിഷ്പ്രയാസം സാധിക്കും. ഒപ്പം വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തം കുടുംബത്തിനും ഒപ്പം അയൽവാസികൾക്കും ഒക്കെ കൊടുക്കാനും ഒക്കെ ആദേവിന് കഴിയട്ടെ എന്ന് ആണ് ആശംസിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ വേണ്ട പ്രേരണയായി കൊടുത്ത ആ മാതാപിതാക്കൾക്ക്, ആ അച്ഛനും മുത്തച്ഛനും അതിൻ്റെ അമ്മയ്ക്കും ഒക്കെ നമുക്ക് ഒരു ആശംസ അറിയിക്കാം. തുടർന്ന് ഇത് കാണുന്നവരെല്ലാം തന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വഴക്കും ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഈ TV ഒന്നും ഓൺ ചെയ്ത് കൊടുക്കാതെ, മൊബൈൽ ഫോണൊന്നും കൊടുക്കാതെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചെടി നട്ടിടാനും വെള്ളം ഒഴിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഏർപ്പാടുണ്ടാകുവാണെങ്കിൽ നല്ല ശീലങ്ങളോടുകൂടി കുഞ്ഞുങ്ങൾ വളർന്നു വരും. ഒപ്പം അതൊരു ഉത്തരവാദിത്ത ബോധമായി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദേവന് ഈ അവാർഡ് കൊടുക്കുകയാണ്. അപ്പം എല്ലാവരുടെയും അറിവോടും അനുഭവത്തോടും കൂടിയാണ് ആദേവന് അവാർഡ് കൊടുക്കുന്നത്. ആദേവന് എഴുന്നേറ്റ് നട്ട് ആദ്യമായിട്ട് ഇത് ആദേവ് ഒന്ന് വാങ്ങിച്ചിട്ട് ആദേവ് വാങ്ങിച്ചു. അത് ഇങ്ങോട്ടങ്ങ് വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് ഇതോടൊന്ന് വാങ്ങിച്ചിട്ട് അത് ഏറ്റുവാങ്ങി.
അപ്പോൾ എല്ലാവർക്കും വേണ്ടി ആണ് ഇത് കൊടുത്തത്. അപ്പം ഈ ഒരു സംരംഭം നമ്മൾ നമ്മുടെ ചാനലിൽ അവിസ്മരണീയമാണ്. തുടർന്നും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ, അതായത് കൊച്ചുകുട്ടികളെയും മുതിർന്നവരെയും കണ്ടുപിടിച്ച് കൃഷിയിൽ താല്പര്യമുള്ളവർക്ക് പ്രോത്സാഹനങ്ങളും അവാർഡുകളും കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.